പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല, എല്ലാം ഓക്കെയാണ് ബോസ്. ശിവാനി, തൃശൂൽ ആ കാറ് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ല നീലി, നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവരാ വീട്ടിലേക്ക് പോവരുത്, അത്രേ ഉള്ളൂ. ബോസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി നോക്ക്. നീലി, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണം. അവരിവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പാടില്ല. തൃശൂൽ, തൃശൂൽ, വാ വാ, കേറ്, സമയമില്ല, വാ. ശിവാനി, അവരുടെ അടുത്ത് ഏതോ ഒരു രക്ഷാകവചം ഉണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ടാ എന്റെ മന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടും ഒന്നും ഏൽക്കാതെ പോകുന്നത്. ഹലോ ത്രിവിക്രം. ഹായ്. സോറി, വന്നപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി. സാരമില്ല. ഇത് തൃശൂൽ, എന്റെ ക്ലോസ് ഫ്രണ്ടാ. നമസ്കാരം. ഇതെന്റെ രണ്ടാമത്തെ മകൾ ശ്രുതി. ഹായ്. പ്ലീസ് കം ഇൻ. വരൂ. വാ ഇരിക്ക. പ്ലീസ് ഇരുന്നട്ടെ. ഇതെന്റെ ഭാര്യ ആശാനന്ദ്. നമസ്തേ. നമസ്തേ. ചായ കപ്പ് എന്തെങ്കിലും? കുഴപ്പമില്ല. ഫോർമാലിറ്റി ആണെന്ന് വിചാരിച്ചോ? സാധാരണ പെണ്ണ് കാണാൻ പോകുമ്പോ ലഡുവും ജിലേബിയും ചേർത്ത് കാപ്പി കുടിക്കുന്നത് സർവ്വസാധാരണയാ. ഞാനാണെങ്കി ഒരു 10-25 വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ആരോ ഫോൺ വിളിക്കുന്നുണ്ടല്ലോ, എടുത്തോളൂ. നോ, ഇറ്റ്സ് ഓക്കെ. മനസ്സിലായി മനസ്സിലായി. പെണ്ണ് കാണാൻ വന്നിട്ട് പെണ്ണിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്നല്ലേ? ഇക്കാലത്തെ പെൺകുട്ടികളല്ലേ, മേക്കപ്പ് ചെയ്തിറങ്ങാൻ അല്പസമയം എടുക്കും. രമ്യ, താഴോട്ട് വാ മോളെ. അവൾ വരട്ടെ, അപ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശിവാനി, ഇനി എന്താ ഇപ്പൊ ചെയ്യാം? നമുക്കൊന്നും ചെയ്യാൻ പറ്റിയ അവസ്ഥയല്ലിത്. ഞാനിനി എന്തൊക്കെ മന്ത്രശക്തികൾ പ്രയോഗിച്ചാലും ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ നമുക്ക് വെറുതെ നോക്കി നിൽക്കാനാവില്ല. എന്തെങ്കിലും ചെയ്തേ തീരൂ. ത്രിവിക്രമൻ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോവില്ലേ? അതെ ശിവാനി, പക്ഷെ എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല. അവരുടെ കയ്യിൽ എന്തോ രക്ഷാകവചമുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും മന്ത്രശക്തി പ്രയോഗിച്ചിട്ടും അതിലൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ ശിവാനി. അതെന്ത് രക്ഷാകവചമാണ് നീലി? ഇത്രയും ദിവസം ഇല്ലായിരുന്നല്ലോ. എനിക്കും അതാ മനസ്സിലാവാത്തത്. ഞാനും ആശ്ചര്യത്തിലാ. ശരി, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം. ഇനി എങ്ങാനും അവരിരുവരും കണ്ട് പരസ്പരം ഇഷ്ടമായാൽ പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഓർക്കാൻ പോലും ആവില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പുതിയ എന്തോ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ പോവാണെന്ന് ദിഗ്വിജയ് പറഞ്ഞല്ലോ. അതെങ്കിൽ ഞങ്ങളിപ്പോ ഈ അടുത്തൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. കനകദുർഗയില് ഫസ്റ്റ് ടൈം ഒരു ECT കോൺസെപ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനാ. ഗുഡ് ഗുഡ്. ഈ പ്രായത്തില് ഇങ്ങനെയുള്ള പ്രോജക്റ്റ് ഒക്കെ തുടങ്ങുന്നത് വളരെ നല്ല കാര്യമാണ്. രമ്യ എന്ത് ചെയ്യണമെന്ന് പോയി നോക്കിട്ട് വാ. നോക്കിയിട്ട് വരാം. കൊച്ചുമലയാളി, ടെൻഷൻ അടിക്കുന്ന കാര്യമല്ല, മടിച്ചിരിക്കുന്നതിനാണ്.
ചേച്ചി എന്തിനാ ടെൻഷൻ ആയിട്ടിരിക്കണേ? അല്ലടാ, അവൻ പോയിട്ട് എത്ര നേരമായി? അവൻ അവിടെ പെൺകുട്ടിയെ കണ്ടോ അതോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റുന്നേ ഇല്ല. എന്റെ ചേച്ചി പറഞ്ഞ സമയം മുതൽ ഞാൻ അവനെ ഫോണിൽ ട്രൈ ചെയ്യല്ലേ. അവൻ ഫോൺ കട്ട് ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ ടെൻഷൻ വല്ലതും അവൻ അറിയേണ്ട കാര്യമുണ്ടോ? അതെ, അവന്റെ കൂടെ വേറൊരുത്തം പോയിട്ടില്ലേ, അപശകുനം പിടിച്ച ഒരെണ്ണം. അവനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്ക്. ആർക്ക്? ആ തൃശ്ശൂലിനാ? ഉം. അല്ലേച്ചി കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് വിളിക്കുന്നില്ല നല്ലത്. അവരിപ്പോ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. നിനക്കിപ്പം വിളിക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. ആ ശരി ഞാൻ വിളിക്കാം. ഇനി അതിനു വേണ്ടി വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. നീ ലൗഡ് സ്പീക്കറിലിട്ടേ. കൊച്ചുമലയാളി, ഞാനിപ്പോ വരാവേ. ഹലോ. ഹലോ, എന്തായി ഇവിടുത്തെ കാര്യങ്ങള്? അത് ഇപ്പൊ ഒന്ന് കേറിയിട്ടുള്ളൂ. എന്താ കാര്യം അമ്മേ? ഏയ്, ആരാടാ നിന്റെ അമ്മ? അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്കത് തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ. സോറി, ഞാൻ പണ്ട് മുതലേ അങ്ങനെ വിളിച്ച് ശീലിച്ചതുകൊണ്ട്. നോക്ക്, കൊച്ചു മുതലാളി മുതലാളി എന്നൊക്കെയല്ലേ നീ സാധാരണ വിളിക്കാറ്? അതുപോലെ നീ ഇനി എന്നെ കൊച്ചമ്മയെന്ന് മാത്രം വിളിച്ചാ മതി, മനസ്സിലായോ? ശരി, പറഞ്ഞോളൂ. എന്താ വിളിച്ചേ? അവിടുത്തെ കാര്യങ്ങൾ എന്താ ഇന്ന്? എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞുവെന്ന്. പെണ്ണിനെ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങള് വീട്ടുകാരായിട്ട് കുറച്ചേരം സംസാരിച്ചു. വീട്ടിലുള്ളവരൊക്കെ വളരെ നല്ലവരാ. അതുപോലെ വീടും നല്ലതാ. ഓ, അങ്ങനെയാണോ? എങ്കിൽ പിന്നെ പെൺകുട്ടി വന്ന് ത്രിവിക്രമനോട് സംസാരിച്ചു കഴിഞ്ഞ അപ്പൊ തന്നെ എന്നെ ഫോൺ ചെയ്ത് അറിയിക്കണം കാര്യങ്ങളൊക്കെ. ശരി, അങ്ങനെ ആയിക്കോട്ടെ മാഡം. ശരി. അവളിപ്പോ വരും. കൊച്ചുമുതലാളി, ആളെങ്ങനെയുണ്ട്? എന്റെ മോളെ ഇഷ്ടപ്പെട്ടോ? വേഗം പറയൂ ബോസ്, ആളെ ഇഷ്ടമായെങ്കിൽ. സോറി, അത് കൊച്ചുമുതലാളിയുടെ നാണം കണ്ടപ്പോഴേ മനസ്സിലായി കൊച്ചിന് ഇഷ്ടമായെന്നുള്ള കാര്യം. ശരി സാർ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഓ ശരി. അതെ, ഒരു മിനിറ്റ്. എനിക്ക് നിങ്ങളോട് ഒന്ന് സംസാരിക്കണം.
ഹേയ് കുഴപ്പമൊന്നുമില്ലല്ലോ. സംസാരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഹേയ് അങ്ങനെയൊന്നുമില്ല. ന്യൂജൻ കുട്ടികളല്ലേ നിങ്ങൾ സംസാരിച്ചോളൂ, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. എനിക്കെല്ലാം നേരിട്ട് സംസാരിച്ചുള്ള ശീലമാണുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഓക്കെ അല്ലേ? അയ്യോ ഒരു കുഴപ്പമില്ല, താൻ പറഞ്ഞോ. നോക്ക്, നിങ്ങള് സ്വന്തം ഇഷ്ടപ്രകാരമാണോ കല്യാണം കഴിക്കാൻ സമ്മതിച്ചേ, അതോ വീട്ടുകാരെ നിർബന്ധിച്ചത് കൊണ്ടാണോ എന്നെ കാണാനായിട്ട് വന്നത്? ഹേയ് കം ഓൺ, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം തന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. ഇതിലെങ്ങനെ വീട്ടുകാരുടെ നിർബന്ധമൊന്നുമില്ല. നോക്ക്, നമ്മുടെ വീട്ടുകാർ തമ്മിൽ ബിസിനസ്സിലൂടെയുള്ള പരിചയമാണ്. അവര് നിർബന്ധിച്ച കാരണം വല്ലതും? ഇല്ല തന്നെ, അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി ഞാൻ തന്നെ പോലെ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് സംസാരിക്കും. പിന്നെ സത്യം പറഞ്ഞ ഡാഡി തന്റെ ഫോട്ടോ കാണിച്ചപ്പോഴേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് കാണാൻ വേണ്ടി വന്നേ. ആൻഡ് അതെയോ? എന്തോ പറയാൻ വന്നിട്ട് എന്താ നിർത്തിക്കളഞ്ഞേ? അത് അത് എനിക്ക് എൻ്റെതായ ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. എന്താ നിർത്തിക്കളഞ്ഞേ? പറഞ്ഞോളൂ. എനിക്കാണെങ്കിൽ എന്റേതായ ചില താല്പര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആവില്ലേ? പറയൂ. എന്തു പറ്റി? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? പേടിച്ചു പോയോ? അല്ല, എന്നെ ഇഷ്ടായില്ലേ? ഇല്ല ഇല്ല, എന്നെ വേണോ? എനിക്ക് വേണ്ട. എന്റെ ഫോട്ടോ കണ്ടപ്പോഴേ ഇഷ്ടായില്ലേ നിങ്ങൾക്ക്? വാ. വേണ്ട വേണ്ട. വരാൻ. No, 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 no. കൊച്ചുമലയാളി, കൊച്ചുമലയാളി ഇത് എവിടേക്ക് ഓടിപ്പോയി?
രമ്യ രമ്യ എന്താ മോളെ എന്തു പറ്റി? എന്ത് പറ്റി അച്ഛാ? ഞാൻ ടെറസിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ത്രിവിക്രമൻ അങ്ങോട്ട് വന്നതേയില്ല. അത് ശരി, നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ഓടി വന്നത്? എന്തു പറ്റി? എന്താ മോളെ ഇങ്ങനൊക്കെ പറയുന്നേ? ത്രിവിക്രം നിന്റെ അടുത്തേക്കല്ലേ വന്നത്? എന്തോ കൊണ്ട് പേടിച്ചതുപോലെ അവനിവിടുന്ന് ഓടിപ്പോയല്ലോ. അതെയോ? തൃശൂർ ഒന്ന് വിളിച്ചെന്താ പറ്റിയെന്ന് ചോദിക്കുമോനെ. ശരി, ഞാൻ നോക്കട്ടെ. ഞാനിപ്പോ തന്നെ ദിഗ്വിജയനോട് വിളിച്ച കാര്യം പറയാം. കൊച്ചുമുതലാളി, കൊച്ചുമുതലാളി, ഏയ് കാർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്നിട്ട് ബോസ് ഇത് എവിടേക്കാ പോയെ? ഈ ബോസിന് ഇത് എന്താ പറ്റുന്ന മനസ്സിലാവുന്നില്ല. നല്ലോണം പേടിച്ചിട്ടാ ബോസ് ഇറങ്ങി ഓടിയത്. എന്റെ ദൈവമേ, ഇനിയിപ്പോ മുതലാളിയോട് ഞാൻ എന്താ പറയാ? കൊച്ചുമുതലാളി, ഇയാളിത് എവിടെ പോയി? ഹലോ, എന്താടാ, പെൺകുട്ടിയെ ഇഷ്ടമായോ എന്റെ മോന്? അവ സമ്മതിച്ചോ? എന്താടാ അവന്റെ അഭിപ്രായം? അവനും പെണ്ണും തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചോ? നീ എന്താടാ ഒന്നും മിണ്ടായിരിക്കുന്നേ? ത്രിവിക്രമൻ അവിടെ തന്നെ ഇല്ലേ? അത് എന്താന്ന് വെച്ചാ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നല്ല നടന്നത്. നീ എന്തൊക്കെയാ പറയുന്നേ? എന്ത് സംഭവിച്ചോന്ന്? അത് കൊച്ചുമുതലാളി പെൺകുട്ടിയോട് മര്യാദയ്ക്ക് സംസാരിക്കാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി. എന്താ അവിടെ നടക്കുന്നേ? തമാശ പറയാൻ നിൽക്കല്ലേ. ഞാൻ നടന്ന കാര്യം തന്നെ പറയുന്നത്. എന്താ നടന്നെന്ന് വെച്ചാ തമാശ കളഞ്ഞിട്ട് കാര്യമായിട്ട് പറയാ തെച്ചോൾ. നോക്ക്, ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് കേൾക്ക്. കൊച്ചുമുതലാളി പെൺകുട്ടിയോട് സംസാരിക്കാൻ വേണ്ടി റൂമിലേക്ക് കയറി പോയതാണ്. എനിക്ക് അത് മാത്രമേ അറിയുള്ളൂ. ആദ്യം പിന്നെ നടന്നത് എനിക്ക് മനസ്സിലായില്ല. കൊച്ചുമുതലാളി നന്നായി പേടിച്ച് ആരോടും പറയാതെ ഇറങ്ങി ഓടിയത് എന്തെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോ ഞാൻ പുറത്തിറങ്ങി കൊച്ചുമുതലാളി ഇവിടേക്ക് നോക്കിയതാ. പക്ഷെ എവിടെ പോയെന്നും ഒരു പിടിയും കിട്ടുന്നില്ല. നോക്ക്, നീ എന്ത് തന്നെ ചെയ്താലും വേണ്ടില്ല, ആദ്യം ത്രിവിക്രമൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കും. ഈ കാര്യങ്ങൾ എങ്ങാനും അവന്റെ അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്റെ കാര്യം നോക്കണ്ട. വേഗം അവനെ കണ്ടുപിടിച്ച് വീട്ടിലോട്ട് വാ. ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം.